പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പുട്ടിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ചെമ്മീൻ്റെ ഈ ഒരു മസാല മാത്രം മതി പുട്ടിങ്ങനെ കൂട്ടിക്കഴിക്കാൻ. മസാലയ്ക്ക് വേണ്ടി 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കി എടുത്ത് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മസാല പുരട്ടി വെച്ചിട്ടുള്ള മുഴുവൻ ചെമ്മീനും ഒന്നിച്ചിട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ വഴറ്റി നല്ലൊരു മണം വരുന്ന സമയത്ത് 4 സവാള പൊടിയായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് കൊടുത്ത് മൂടി വെച്ചാണ് ഇത് വാട്ടിയെടുക്കുന്നത്. നല്ലോണം വാട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു സവാളയിലേക്ക് ഇനി നമുക്ക് 4 പച്ചമുളക് വട്ടത്തിൽ 1 ചെറുതായി എരിഞ്ഞതും 2 തക്കാളി എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 പിടി മല്ലിയിലയും ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പുട്ടിനായതുകൊണ്ട് മസാല ഒന്ന് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ലോണം വേവുന്നത് വരെ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നമ്മുടെ മസാല ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പം തന്നെ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മസാലപ്പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുട്ടുംകുറ്റിയിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നനച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഒന്ന് അളന്നെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി നനച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ചത് കാണിക്കാതിരുന്നത്. പുട്ടുപൊടി ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. ഓരോന്നിടുമ്പോഴും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുപൊടി ഇട്ട് കൊടുത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മുകളിൽ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് ആവി കയറ്റി എടുക്കേണ്ട താമസമേ ഉള്ളൂ. നല്ലോണം ഒന്ന് ആവി വന്നതിന് ശേഷം എടുത്ത് വെച്ച് ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പുട്ടിങ്ങനെ കുത്തിയെടുക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ. ചെമ്മീൻ മസാലയും തേങ്ങയും ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല രുചിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.